ഗുഡ് ഈവനിങ്, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഞാൻ ഈ വർഷം പ്ലാൻ വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. പ്ലാൻ പ്രസന്റേഷൻ പലരും ചെയ്യാറുണ്ട്. എല്ലാവരുടെ പ്ലാൻ പ്രസന്റേഷൻ വ്യത്യസ്തമായ രീതിയിലും രൂപത്തിലാണ്. ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ പ്രസന്റ് ചെയ്യാം. 100% നമ്മൾ കേട്ട പല വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു രസകരമായ രൂപത്തിൽ നമുക്ക് കേട്ടാൽ അത് കൂടുതൽ ഇമ്പ്രസീവ് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ. എന്താ കാര്യം വെച്ചാൽ ചിന്തിക്കുക, നമുക്കിപ്പോൾ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം ലിമിറ്റേഷൻ ഉണ്ട്, വ്യക്തികൾ വരുന്നതിന് കുറവുണ്ട്. ഇവിടെ വെച്ചെങ്കിൽ എനിക്ക് എൻ്റെതായ ടൈമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈമും സൗകര്യമുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. രണ്ട് മൂന്ന് ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ ആക്കുക. കാരണം ഒറ്റ ഭാഗത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തലയിൽ കയറ്റാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗമാണ് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ നമ്മൾ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ അറിയണം. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്ന ആ 4 ഭാഗങ്ങൾ തന്നെയാണ് റോബർട്ട് കിയോസക്കിൻ്റെ തിയറി. അദ്ദേഹം എഴുതിയിരിക്കുന്ന പല ഇക്കണോമിക്കൽ പുസ്തകങ്ങളുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ തിയറി ഇത് യഥാർത്ഥത്തിൽ ഇത് ലോകം മൊത്തമുള്ള കോമൺ തിയറിയാണ് കേട്ടോ. 4 തരം കാറ്റഗറി ഉണ്ട്. ഒന്ന് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാവാം, പ്രൈവറ്റ് ജോലിയാവാം, കമ്പനി ജോലിയാവാം, അങ്ങനെ പലരും. പിന്നെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ചെറുകിട കച്ചവടക്കാരൻ, ചെറിയൊരു കടയോ അല്ലെങ്കിൽ ചായക്കടയോ അങ്ങനെ എന്തെങ്കിലും നടത്തുന്ന ഒരു വ്യക്തി. പിന്നെ ഉള്ളത് ബിസിനസ് സാമ്രാജ്യങ്ങൾ നടത്തണ ബിസിനസ് ഓണേഴ്സ്. അവർക്ക് കുറേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ തന്നെ ഇൻവെസ്റ്റർ ഉണ്ട്. ഇപ്പൊ ഭൂമി, ഷെയർസ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല വ്യക്തികൾ ഉണ്ടായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള ഷെയർസും കാര്യങ്ങളുണ്ട്. ഈ 4 കാറ്റഗറിയിൽ യഥാർത്ഥത്തിൽ 10% കയ്യിലാണ് ഇത്ര ഒരുവിധം എല്ലാ രാജ്യങ്ങളിലെ സമ്പത്ത്. ആ വലിയൊരു സത്യാവസ്ഥ തന്നെയാണ്. ഞാനിപ്പോൾ ആ കുടുംബങ്ങളുടെ പേരും കാര്യങ്ങളും എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. എന്താ കാര്യം വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏകദേശം വലിയ ആ 10% കാറ്റഗറിയിൽ നമ്മുടെ കൈ കടത്താൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതിൻ്റെ കുറവുകൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? എംപ്ലോയി അല്ലേ? അപ്പോൾ ഈ എംപ്ലോയിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് എംപ്ലോയിൻ്റെ പ്രശ്നങ്ങൾ? എംപ്ലോയി നോക്കുക, അവൻ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി അവൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അവൻ വർക്ക് ചെയ്യുക. അവിടെ അവരെ സന്തോഷം, അവരെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡെഡിക്കേഷൻ. ആൾക്ക് ആളുടേതായ സ്വാർത്ഥ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ അവതരിപ്പിക്കാനോ അവരെ ചോദിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫൈനലി ഹീസ് വർക്കിംഗ് ഫോർ ദം. അപ്പൊ എന്താ കാര്യം വെച്ചാൽ അവിടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. സ്ഥാപനം നല്ല സ്ഥാപനമാണെങ്കിൽ നമുക്ക് കാലങ്ങളോളം ഇപ്പൊ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഒക്കെ ജനങ്ങൾ പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ്? കാരണം അവിടെ കാലങ്ങളോളം നമുക്ക് നിന്ന് പോകാം. പിന്നെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, നമുക്ക് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വർഷാവർഷം നമുക്ക് ചെറിയൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി GDP പ്രകാരമാണ് ഇൻക്രിമെന്റ് ഉണ്ടാവുന്നത്. പലരും കൊടുക്കുന്നുണ്ട്, കൊടുക്കാത്ത പ്രസ്ഥാനങ്ങളുണ്ട്. എന്നാലും നല്ല സ്ഥാപനങ്ങളൊക്കെ എല്ലാ വർഷവും അത് കൂട്ടി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എന്താ കാര്യം വെച്ചാൽ അവരുടെ കയ്യിൽ സമ്പാദ്യമുണ്ട്. ഇപ്പൊ ഈവൻ എംപ്ലോയി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബാങ്ക് മാനേജർമാരാണെങ്കിൽ പോലും ഒരുപക്ഷെ അവരെ പേ ഔട്ട് കൂടുതലാണ്. പിന്നെ വലിയ വലിയ റാങ്ക് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ വലിയ ഇൻകം മേടിക്കുന്നവരാണെങ്കിൽ ഫൈനലി ദേ ആർ എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയി എന്നും എംപ്ലോയി തന്നെയാണ്. അവിടുന്ന് എന്ന് ഇറങ്ങുനോ അന്ന് അവന്റെ വില പോവും, അന്ന് അവന്റെ വരുമാനം പോവും. അന്ന് അവൻ എന്നും മുടങ്ങുനോ അന്ന് സ്ഥിരം മുടക്കമായി കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ അവനെ അല്ലെങ്കിൽ അവളെ നമുക്ക് ആവശ്യമില്ല. ഇതാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ആണെങ്കിൽ പോലും എത്ര ഗ്രോത്ത് ഉണ്ട്? കൂടിയാൽ ഇപ്പൊ ഏകദേശം ഒരു 20,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അവര് പല കമ്പനിക്കാരെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അതിലൊരു 10% കൂട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ നോർമൽ സാധാരണ
ഒരു ഗ്രോത്ത് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ 10% മാക്സ്, അതിന്റെ അപ്പുറത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അതും കിട്ടാൻ പാടാണ്, കുറെ കൈയും കാലം പിടിച്ചിട്ടൊക്കെ വേണം. പിന്നെ കുറെ അവിടെ ഫേവറിങ്, അങ്ങനെയുള്ള കുറെ രാഷ്ട്രീയം, അങ്ങനെയുള്ള ഒരുപാട് കച്ചറ പരിപാടികൾ അവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ഒരു മാർഗം? അപ്പൊ ഈ 80% കാറ്റഗറി, 80-90% കാറ്റഗറി പെടുന്ന ഇതിലാണ് കേട്ടാ. പിന്നെ ഉള്ളത് സെൽഫ് എംപ്ലോയിഡ്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ കൊച്ചൊരു പെട്ടിക്കടയുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു പാൽ കച്ചവടമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്. പാവം അവന് ഇല്ലാത്ത ഒരു പണം ഇറക്കിയിട്ട് അവൻ അതിൽ നിന്ന് തലകുത്തി മറിയാണ്. പക്ഷെ എന്താ കഴിച്ചാൽ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ കട ഒരു ദിവസമോ 2 ദിവസത്തേക്ക് പൂട്ടി കഴിഞ്ഞാൽ പതുക്കെ ആ കച്ചവടം പോകും. അവിടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ കച്ചവടം പോകും. ലേറ്റസ്റ്റ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ കച്ചവടം പോകും. ഓഫറുകൾ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ കച്ചവടം പോകും. അങ്ങനെയുള്ള ഒരു ഒരു മേഖലയാണ്. എന്നാ ഈ രണ്ട് കാറ്റഗറിക്കാരുടെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ, എംപ്ലോയിനേക്കാളും പിന്നെയും സെൽഫ് എംപ്ലോയിഡ് ഒരു ബെറ്റർ എന്ന് പറഞ്ഞാൽ അവന്റെ രാജാവാണ്. മറ്റോടത്ത് അവൻ രാജാവല്ല. പക്ഷേ ഏത് രാജാവാണെങ്കിൽ പോലും അവൻ എന്ന് പണി നിർത്തണോ അന്ന് അവന്റെ പണി ഇപ്പൊ തീർന്നു. അത്രയ്ക്കേ ഉള്ളൂ. അതാണ് അവന്റെ ഏറ്റവും വലിയ ശാപം. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളും 80% ആൾക്കാർ ജന്മം മൊത്തം മരിച്ച് അധ്വാനിക്കുന്ന ഒരു കാറ്റഗറിയാണ്. 90% ആൾക്കാരുടെ വിഷയം ഇവിടെ തന്നെയാണ്. മാസം അവസാനം എത്തിനേക്കാളും മുൻപേ സാമ്പത്തിക ദാരിദ്ര്യം തുടങ്ങി വീട്ടില്. കറണ്ട് ബില്ല് അടയ്ക്കണം, ഇതടയ്ക്കണം, അതടയ്ക്കണം, മക്കളുടെ ഫീസ്, മരുന്ന്, ഈ മാസം ചെലവ് കൂടുതലായി. ക്രിസ്മസ് ഒക്കെ ആയിരുന്നു, എന്താ ചെയ്യുക, ഇനി ഉഷ്ണകാലം വരുന്നു, എന്താ ചെയ്യുക, ബോണസ് കിട്ടോ, എന്നാ ശമ്പളം കിട്ടുന്ന മനുഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഒരുവിധം എല്ലാ വീട്ടുകളിലാണ്. എൻ്റെ ദൈവമേ, ഇതൊക്കെ കേട്ട് 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 ഒരുവിധം, ഞാൻ പറയട്ടെ, കൗൺസിലിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കാരണമുണ്ട്, 99% വിഷയങ്ങളുടെ, പ്രശ്നങ്ങളുടെ മെയിൻ കാരണം പൈസ കുറവ് തന്നെയായിരുന്നു. പക്ഷെ അത് പിന്നീട് വേറെ പ്രശ്നങ്ങളായി. നിങ്ങളെ കെട്ടിയ സമയത്ത് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, നിനക്ക് വേണ്ടി ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല. പക്ഷെ നമ്മൾ അവസാനം അതൊന്ന് ഈ ശാന്ത മനസ്സോടുകൂടി ഇരുന്ന് ചിന്തി നോക്കിയേ, എവിടെയോ ഒരു പൈസേന്റെ ഒരു കണക്ക് കൂട്ടലിന്റെ തിക്കും തിരക്കീന്ന് തുടങ്ങിയതാണ് ഈ വിഷയങ്ങൾ വലുതായി 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 വലുതായി. എന്താ കാര്യമില്ല, പ്രശ്നത്തിന്റെ മുകളില് പ്രശ്നങ്ങളായി മാറാണ്. അവിടെയാണ് ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സ് വെറും 10%കാരാണ് ഒരുവിധം എല്ലാ രാജ്യത്ത് ഭരിക്കുന്ന ഒരു ടീമായി മാറുന്നത്. അവരെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഇറക്കാനുണ്ട്. അതെ, അഥവാ എന്തെങ്കിലും പൊട്ടിയാൽ അതിന്റെ അപ്പുറത്തീന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ കയ്യിൽ അങ്ങനെ എന്ത് ഒരു മാർഗമില്ല. പൊട്ടിയത് തന്നെ അതാ അവസാനത്തെ പൊട്ടലായി മാറും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ആ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അവർ വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ഉറപ്പായിട്ട് ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് പോകണ്ട. കാരണം ഇങ്ങനത്തെ ഒരു മേഖലയിൽ ഞാൻ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്ന കാരണമാണ് എനിക്കത് നന്നായിട്ട് അറിയാം. എന്താ കാര്യം വെച്ചാൽ അവിടെ ഈസിയാണ്, മണി റൊട്ടേറ്റ് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർ അനേക വ്യക്തികളാണ്. നമ്മുടെ വണ്ടി ഓടിക്കൽ, എല്ലാ കാര്യങ്ങളും, മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഇതൊക്കെ ചെയ്യുന്ന അനേക വ്യക്തികളാണ്. അനേക രാജ്യങ്ങളുണ്ട്, അനേക സ്ഥലങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ നമ്മുടെ സമയം, ആക്ച്വലി ഒരു വ്യക്തി, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, എംപ്ലോയി കാറ്റഗറിയിൽ ഞാൻ 8 മണിക്കൂർ ജോലി ചെയ്താൽ 8 മണിക്കൂറിന്റെ വരുമാനമേ എനിക്ക് കിട്ടുള്ളൂ. സെൽഫ് എംപ്ലോയിഡിൽ 8 മണിക്കൂറിന്റെ വരുമാനത്തിന്റെ കൂടെ ശകലം എക്സ്ട്രാ എനിക്ക് പറ്റിയെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ ടൈമും കാര്യങ്ങളും നിശ്ചയിക്കുന്നത് ഞാനായ കാരണം കൊണ്ട് എനിക്ക് എൻ്റെ എഫേർട്ട് കൂടുതൽ അവിടെ ഇടാൻ പറ്റും. മറ്റിടത്ത് എനിക്ക് ആ ഡെഡിക്കേഷൻ ഉണ്ടാവില്ല. സെൽഫ് എംപ്ലോയിഡിൽ ഡെഡിക്കേഷൻ ഉണ്ടാവും. ഇതാണ് അവിടുത്തെ മെയിൻ. പക്ഷെ ബിസിനസ്സിൽ എന്താ കാര്യം വെച്ചാൽ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സമയം ആക്ച്വലി എൻ്റെ സമയമായി മാറും. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് 8-10 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം 10 ആൾക്കാർ ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ ലാഭം 100 മണിക്കൂറാണ്. 1000 ആൾക്കാർ ജോലി ചെയ്താലോ, അത് അതിലും മൾട്ടിപ്ലൈ. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ എൻ്റെ ഇൻകം വളരെ ഹൈ ആണ്. എനിക്ക് ഇൻകം വളരെ ചെറുത് കിട്ടിയാൽ പോലും അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോടികളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറയല്ല, അതില് അലമ്പായ പോയത് തന്നെയാ. പക്ഷെ ആവുന്നതും കഴിവുള്ള ഇൻവെസ്റ്റർമാർ എന്താ ചെയ്യുക, അത്യാവശ്യം കുറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഭൂമികളിൽ, അങ്ങനെയുള്ള പല സ്ഥലത്ത് എവിടെ സ്റ്റക്ക് വന്നാൽ പോലും അത് ഊരിയെടുക്കാനുള്ള ഒരു സിസ്റ്റം അവരയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതാണ് നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു കാറ്റഗറി, ഈ രണ്ട് കാറ്റഗറിയിൽ പെട്ടിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴൊക്കെ ദൈവം എന്തോരം നല്ലതായിരുന്നു, ഞാനൊക്കെ വല്ല ബിസിനസ് മാഗ്നറ്റിന്റെ വീട്ടിലൊക്കെ ജനിച്ചിരുന്നെങ്കിലോ എന്ന് ഇങ്ങനെ നമ്മൾ ചിന്തിക്കും.
അവിടെയാണ് ഞാൻ ഇവിടെ വീണ്ടും ഒരു ഡയഗ്രാം ഞാൻ കാണിക്കാൻ. എന്താ വെച്ചാൽ നോക്കിയേ, എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ്സ്, ലോകത്തിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ വെറുതെ തപ്പിയെടുത്തു. ഇതിനെ കുറിച്ച് മാത്രമേ ഞാൻ വേറൊരു ഇതിൽ ഞാൻ ഇടുന്നതാണ് ഓരോ രാജ്യത്തിൻ്റെ ഇക്കണോമീസുകൾ. ടോപ്പ് 10 കൺട്രീസ്, ലോകത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ള 10 രാജ്യങ്ങളുടെ ഞാൻ പറയാണ്. അവിടെ 80% ലോകത്ത് നടക്കുന്ന 80% സെയിൽസിന്റെ വരുമാനം അവരെ പോക്കറ്റിലേക്ക് വേണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇന്ത്യയിലുള്ള പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ അമേരിക്കൻ കമ്പനീസാണ്. ഞാൻ അവരെ പേര് പറയാത്തത് എന്താ വെച്ചാൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അവർ ചെറുതാക്കവും വേണ്ട, അവരെ വലുതാക്കവും വേണ്ട, കാരണം നമ്മൾ സത്യാവസ്ഥ അറിയണം. ഈവൻ ട്രഡീഷണൽ മാർക്കറ്റിൽ പോലും മിക്ക കമ്പനീസ് വിദേശി കമ്പനികളാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് അല്ല. ആ സ്ഥാനത്ത് ഇന്ത്യൻ്റെ ജനസംഖ്യ നിങ്ങൾ നോക്കാം, 140 കോടിയാണ്. ഈ 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ ഇന്ത്യയിലുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ലോകത്തിലുള്ള ഇതുവരെ 100 ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ആ 100 ലിസ്റ്റിൽ ഒരു സ്ഥലത്തും നമ്മുടെ പേരില്ല. എന്നാ വമ്പൻ അമേരിക്ക, ചൈന ഇതിനൊക്കെ മിണ്ണുങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇപ്പൊ നിയമങ്ങൾ മാറി, ഇന്ത്യൻ നിയമങ്ങൾ മാറി, സ്റ്റേറ്റ് നിയമങ്ങൾ മാറി, എല്ലാം ഗുണത്തിലേക്ക് വന്നു. ഇനിയാണ് നമ്മൾ വളരാൻ പോണുള്ളൂ. അപ്പൊ ഒന്നും മനസ്സിലാക്കാം, USA, ചൈന, കൊറിയ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ, മെക്സിക്കോ, ഫ്രാൻസ്, മലേഷ്യ, ഈ സകല രാജ്യങ്ങളുടെ ഇക്കണോമീസിൽ ഏറ്റവും മെയിൻ ഡയറക്റ്റ് സെല്ലിംഗ് അതുപോലെ പ്രകാരമുള്ള ഇൻഡസ്ട്രീസ് ആണ്. USA ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ 20% അവരാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ചൈന, നമ്മൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്ന ഒരു രാജ്യം, പക്ഷെ മക്കളെ പരിഹസിക്കില്ല. ചൈനയിൽ 19% സെയിൽസ് നടക്കുന്നത്. കൊറിയ 9%, ജർമ്മനി 8%. ഇവിടെ ഇന്ത്യൻ്റെ മൂലയ്ക്കൽ ഒരു പേര് പോലുമില്ല. മലേഷ്യ 2%. പക്ഷേ ഈ മലേഷ്യയിൽ ഞാൻ ഒരു വശം പോയപ്പോൾ ഞാൻ അനുഭവം പറയുന്ന ഒരു ഒരു മലേഷ്യൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ഇതിനു വേണ്ടി പെണ്ണ് കാണാൻ പോയതാണ്. അപ്പൊ ഒരു ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കണ്ടിട്ട്. അപ്പൊ ആ പെണ്ണിന്റെ ഫാദർ ചോദിക്കുകയാണ്, നീ ഏത് ബിസിനസ്സിലാണ് ജോലി ചെയ്യുന്നത്, നിന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റുമോ, നിന്റെ പൊസിഷൻ കാണാൻ പറ്റുമോ, നിന്റെ മന്ത്ലി അക്കൗണ്ട് കാണാൻ പറ്റുമോ, അതൊക്കെ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു ഓക്കെ ഡൺ, എത്ര വർഷമായി നീ സ്റ്റേബിൾ ആണോ, ഈ കമ്പനിയിൽ സ്റ്റേബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത്രയും വിലയുണ്ട് പക്ഷെ ആ രാജ്യങ്ങളിൽ. നിങ്ങൾ ചിന്തിക്കുക, USA പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് 2 പ്രസ്ഥാനങ്ങളുടെ ഓണറാണ്. അദ്ദേഹത്തിന്റെ പവർ അത്രയ്ക്കുണ്ട്. ഇതേ പ്രകാരം തന്നെ അനേക രാജ്യങ്ങളിൽ, എനിക്ക് അവരെ പേരുകൾ പെട്ടെന്ന് കിട്ടാത്ത കാരണം കൊണ്ടാണ്, പക്ഷെ മലേഷ്യയിലാണെങ്കിലും അവിടുത്തെ പ്രധാനമന്ത്രികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിനിസ്ട്രി ലെവലിലുള്ള ഒരുവിധം ആൾക്കാർ ഈ ബിസിനസ് മേഖലയിലുള്ള വ്യക്തികളാണ്. അവരെ വരുമാനം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ചിന്തിക്കുക. അപ്പൊ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാരലൽ ഇൻകം നമുക്ക് കിട്ടാൻ ആർക്കാണ് ആഗ്രഹിക്കാത്ത? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. തൃശ്ശൂർ അത്യാവശ്യം എല്ലാവർക്കും അറിയാം, സമ്പാദ്യമുള്ള കുറെ ഏറ്റവും കൂടുതൽ ആ വ്യക്തികൾ ഹെയിൽ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ബാക്കിയുള്ളടത്തും ഉണ്ട്, പക്ഷെ ബിസിനസ് ടേൺ ഓവറിൽ ഇവരാണ് മുന്നോട്ട്. ഗോൾഡ് ബിസിനസ് ആണെങ്കിലും തുണിയാണെങ്കിലും അങ്ങനെയുള്ള പല ഇതാണ്. ഇവരാണെങ്കിൽ പോലും ഒരു 500 രൂപ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മൾ കാണാറില്ലേ, കോംബോ ഓഫർ, ഇന്ന ഓഫർ, ഒരു പ്രാവശ്യം സാരിന്റെ സെയിലൊക്കെ നോക്കി സാരി എരിഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് അത് കോരാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ തിക്കും തിരക്ക് ബഹളം. അപ്പൊ എന്താ കാര്യം വെച്ചാൽ അപ്പോഴും അവർക്ക് ബിസിനസ് ഏത് രൂപത്തിൽ ചെയ്താലും അവർക്ക് ആ എക്സ്ട്രാ സോഴ്സ്, ഈവൻ വേസ്റ്റ് പോണ മെറ്റീരിയലിനെ പോലും അവർ കോടികളാക്കി കൺവേർട്ട് ചെയ്യും. സാധാരണക്കാരനെ ആഗ്രഹിക്കേണ്ട ദൈവമേ, ഈ ഒരു മാസം ഒരു 5000 രൂപ എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിലോ, ഒരു മാസം ഒരു 10,000 രൂപ. നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ ഇല്ലേ, നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ? ഞാനും എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ മക്കൾ രണ്ടാളും വലുതായിട്ട് എന്തെങ്കിലും വരുമാനം എക്സ്ട്രാ വന്നിരുന്നെങ്കിൽ ആ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടിയെങ്കിലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പൊ അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഒരു പാരലൽ സോഴ്സ് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഈ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു കാര്യം ഞാൻ പറയാണ്, പല ആൾക്കാർക്ക് ഈ പ്രസ്ഥാനങ്ങളോട് വെറുപ്പ് വരാനുള്ള കാരണം ഇതിൽ കുറെ കമ്പനികളുണ്ട്. മണിച്ചെയിൻ, ദയവ് ഇത് മണിച്ചെയിനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ഭയങ്കര വ്യത്യാസമുണ്ട്.
അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപ ഇട്ടാൽ 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോലും കിട്ടാത്ത പലിശകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഓഫറും കാര്യങ്ങളും പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത്. ബുദ്ധിമുട്ട് തന്നെയാണ്. ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു വരുമാനം തന്നെയാണ്. അപ്പം ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡ്രീം കാർ, നമുക്ക് ഡ്രീം കാർ മെഴ്സഡീസ് ബെൻസും കാര്യങ്ങളും ഒന്നും പറ്റിയില്ലെങ്കിൽ പോലും ഒരു ചെറുത് വലിയ കുഴപ്പമില്ലാത്ത ഒരു CNG ഒരു വണ്ടിയെങ്കിലും മേടിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൊതിക്കും. പലരും ഇങ്ങനെ കാറിലൊക്കെ പോണ സമയത്ത്, ഓ മഴയും വെയിൽ കൊള്ളാണ്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ ദൈവം അവർക്ക്. അതിങ്ങനെ ദൈവത്തിന് അനുഗ്രഹം. നമുക്കും ഇങ്ങനെ ഒരു യോഗ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയൊരു വീട് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പല ആൾക്കാരുടെ വീട്ടിൽ ഒരു പക്ഷെ അവർ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു വീട്, സ്വന്തമായിട്ടുള്ള ഒരു വീട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം വീട് സാർ, ഒരു 3 സെന്റ് ആണെങ്കിൽ 2 സെന്റിലുള്ള ഒരു വീടാണെങ്കിൽ പോലും സാറേ, അത് സ്വന്തമാണെന്ന് പറയാൻ എനിക്ക് ഒരു ദൈവം എന്നാണ് അനുഗ്രഹം തരാം. പട്ടിണി കിടന്നാലും ആരോട് യാചിച്ചില്ലെങ്കിലും സ്വന്തം വീട്ടിൽ കിടക്കാനുള്ള ഒരു യോഗം എനിക്ക് ഉണ്ടാവണം എന്ന് പറയുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കൂടെ ഉണ്ട്. വേൾഡ് ടൂർ, ഓ ഇത് വലിയൊരു അകലേക്കുള്ള ഒരു കാര്യം തന്നെയാണ്. ദുബായ്ക്കൊക്കെ ടൂറൊക്കെ പോവാ, അല്ലെങ്കിൽ മറ്റേ മലേഷ്യക്ക് ടൂർ പോവാ, നടക്കാത്ത കാര്യങ്ങളാണ് ദൈവമേ. അതൊക്കെ നടക്കണം. വേൾഡ് ടൂർ പോയിട്ട് എനിക്ക് വേളാങ്കണ്ണിക്ക് പോകാൻ തന്നെ ഞാൻ 10 തവണ ആലോചിക്കും. 2000-3000 രൂപ ഒരാൾക്ക്. അപ്പൊ 4 ആൾക്കാർക്ക് പോകണമെങ്കിൽ ഒരു 10-15 രൂപ വേണ്ടി വരും. അത് നടക്കുന്ന കാര്യമില്ല. മാസം ശമ്പളം തന്നെ തികയില്ല. പിന്നെ അല്ല, എങ്ങനെയെങ്കിലും നമുക്ക് ഈ അടുത്ത് എവിടെയെങ്കിലും മാർക്കറ്റിൽ വല്ല ധ്യാനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവിടെ എങ്ങനെ പോവാം. അത്രയ്ക്ക് അതൊക്കെ മതിയടോ. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തൃപ്തിപ്പെടും. പക്ഷേ വേൾഡ് ടൂറ് ഒരു അത് അസാധ്യ കാര്യങ്ങളല്ല. ഞാൻ അതിന്റെ പോസിബിലിറ്റികളൊക്കെ ഞാൻ റിയാലിറ്റിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ഈ റിയാലിറ്റികൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, മക്കള് വലുതാവണമെന്ന് പറയാൻ എന്തിനാ കാത്തിരിക്കുന്നത്? ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പോലും എനിക്ക് വരുമാനം കിട്ടാറുണ്ടെങ്കിൽ സന്തോഷമല്ലല്ലോ. ഒരു ദിവസം എനിക്ക് ബുദ്ധിമുട്ട് വന്നു, ഒരു ലീവ് വന്നു, മറ്റേ 4 ആൾക്കാർ എന്നെ വഴക്ക് പറയണതിന് പകരം ആ ദിവസത്തെ വരുമാനം എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് സന്തോഷമാണ്, അല്ലേ? അപ്പൊ അത് സാധ്യമാണോ? 100% സാധ്യമാണ്. നിയമപരമായിട്ടുള്ള സാധ്യതയാണ്. ഏത്? പ്രൊഡക്റ്റ് സെയിൽസ്. വീണ്ടും ഞാൻ പറയണ പ്രൊഡക്റ്റ് സെയിൽ, തെറ്റായ കൺസെപ്റ്റുകൾ വേണ്ട. അപ്പൊ അവിടെയാണ് റെക്കഗ്നിഷൻ. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, കാരണം ഇതൊക്കെ എൻ്റെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പക്ഷേ എന്നോട് പറഞ്ഞതാണ്, സാറേ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് സാമ്രാജ്യമുണ്ട്. സാറിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും സാറിനെ ലോകം മൊത്തം അറിയും. സാറിനെ അറിയാത്ത ആൾക്കാർ കുറവാണ് സാറേ. എനിക്ക് അതേപോലെ ആവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവനുള്ള ബിസിനസ്സിൽ അവന് പൈസയൊക്കെ ഉണ്ടാക്കാനുണ്ട്. മാസം അത്യാവശ്യം നല്ലൊരു തുകയും വണ്ടിയും എല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ ആൾക്കാർ ആളെ അറിയില്ല. കാരണം വലിയ ബിസിനസ്സും അല്ല, എന്നാൽ ചെറുതാണോ ചെറുതുമല്ല. എന്നാ ആൾക്കാരെ അറിയോ? ആൾക്കാരെ അറിയില്ല. ആളുടെ അടുത്ത് പണി ചെയ്യുന്ന 1-2 കുറച്ച് ടീമുകൾ, മാർക്കറ്റിംഗ് ടീമും അതേപോലെയുള്ള കുറച്ച് ആൾക്കാരെ അറിയാമെന്നല്ലാതെ ഇവിടെ റെക്കഗ്നിഷൻ ഉണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ റെക്കഗ്നിഷൻ ഉണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതല്ല. എന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ബിസിനസ് മേഖലയിൽ ഞാൻ എൻട്രി വെച്ചപ്പോൾ എന്നെ അറിയുന്ന അനേക വ്യക്തികളുണ്ട്. എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങൾ സാധിക്കാത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പം മിനിസ്ട്രി. ഞാൻ രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. കാരണം അതെൻ്റെ രക്തത്തിൽ ഇല്ലാത്തതാണ്. എൻ്റെ റൂട്ടേ വേറെയാണ്, റിസർച്ചാണ്. പക്ഷെ അവരായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പായി. ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതിലുള്ള വലിയ വലിയ ഓഫീസേഴ്സ്, അങ്ങനെയുള്ള പല മേഖലകളിൽ ജോലി ചെയ്യുന്ന അവരായിട്ട് എനിക്ക് ബന്ധങ്ങളായി. സാധാരണക്കാരൻ, ഈവൻ ടാക്സി ലെവലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട്, വക്കീൽമാരായിട്ട് എനിക്ക് റിലേഷനുകളായി. അങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അത് വിത്തിൻ കേരളം മാത്രമല്ല, ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളാണെങ്കിലും ഏത് രാജ്യത്ത് പോയാലും ഐ ഹാവ് എ പേഴ്സൺ. എനിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു, എവിടെയോ കറക്കി കുത്തി, ഒരു നമ്പറിലേക്ക് കുത്തി. സാറേ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ഏതോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് നല്ലൊരു റിമോട്ട് ഏരിയയാണ്, കാട്ടുമുക്കിലാണ്. അവിടെ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. അവിടെ വെച്ചിട്ടാണ് കണ്ടത് മീറ്റിംഗ്. അപ്പൊ ആ പരിസരത്ത് ആരുമില്ല. ആ ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടെ ഒരു സൈക്കിൾ പോലും പോകണില്ല, ഒരു മനുഷ്യനെ പോലും പോകണില്ല. ഒരു കുടം പിടിച്ചിട്ട് ഒരുത്തനെ അതിൽ കൂടെ നിന്ന് നടന്നു വരണേ ഞാൻ കണ്ടു. എന്നിട്ട് നടന്നു വരണ ഒരുത്തനെ എന്നെ കണ്ടാ വെച്ച് എന്താണ് ചോദിക്കാണ്, ഐ മനോജ് സാറല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്തേ? സാറിന് എന്നെ അറിയില്ലേ? ഞാൻ പറഞ്ഞു പരിചയം പോലെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ എനിക്ക് കാര്യം ക്ലിയർ ആയി. ഓ, നിങ്ങളെ കൊണ്ട് തോറ്റു സാറേ. നിങ്ങൾ ഈ ഇത്രയും കാട്ടുമുക്കിൽ പോലും നിങ്ങൾ വന്നോ? സംഭവമാണ് സാറ്. സാറ് ഒരു സംഭവം തന്നെയാണ്. അപ്പൊ
അതാണ് ഒരു റിലേഷൻ. നമ്മളെല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് തിരിച്ചറിയണമെന്നില്ല. ചാരിറ്റി കൊടുക്കണം ആഗ്രഹം ആർക്കുള്ളത്? ഏഹ്? നമ്മള് പലപ്പോഴും പിരിവുകാരെ പേടിക്കുന്നത് എന്താണ്? പിരിവ് കൊടുക്കാൻ താല്പര്യമില്ലാണ്ടാണോ? ഇല്ലാണ്ടാണ് മാഷെ. പലരും പിരിവിന് വരും. നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടല്ല. 5ഓ 10ഓ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മള് 100% കൊടുക്കും. ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മള് കൊടുക്കും. നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടാ കൊടുക്കാത്തത്? നാട്ടുകാര് മൊത്തം എല്ലാവരും കൊടുക്കുവല്ലോ. അപ്പൊ പിന്നെ എന്റെ 10 രൂപ എന്തിനാ വെറുതെ? നമ്മള് പക്ഷെ ആ 10 ആണെങ്കിലും വലിയ വിലയാണ് കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ 10 രൂപ കൂടിയാലും അതൊരു ഇതിലേക്ക് വരും. പിന്നെ മക്കളുടെ ഭാവിയാണ് നമുക്ക് ഏറ്റവും അവർക്ക് നല്ലത് ഏറ്റവും കൂടുതൽ കിട്ടണം എന്നുള്ള വിഷമാണ്. പല മാതാപിതാക്കളുടെ വീട്ടില് മക്കള് നല്ല കഴിവുള്ള മക്കളാ. മെറിറ്റിലൊക്കെ മേടിച്ചിരിക്കുന്ന മക്കളാണ്. മെഡിസിൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുണ്ടായിരുന്നു. അവർക്ക് ഒരു പക്ഷേ ആ ഒരു ഇതിലേക്ക് പോകാനുള്ള സാഹചര്യം സാമ്പത്തികം അല്ലെങ്കിൽ ആ വഴി കാട്ടാൻ ഉള്ള വഴികളോ ഒന്നും കാണിക്കാൻ ആൾക്കാരുണ്ടായില്ല. അവർക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായില്ല. അവർക്ക് അതിനുള്ള സോഷ്യൽ റിലേഷൻസ് ഉണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ പറ്റി. എന്നിട്ട് ലാസ്റ്റാണ് ക്വാളിറ്റി ടൈം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വലിയ വലിയ ബിസിനസ് മേഖലയിലുള്ള വ്യക്തികൾക്ക് പോലും ക്വാളിറ്റി ടൈം നഷ്ടപ്പെടാറുണ്ട്. എന്നോട് പലപ്പോഴും പല ആൾക്കാര് പറഞ്ഞു, "സാറേ എന്നെ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് സ്വർണ്ണവും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഭൂമിയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. എന്റെ എന്റെ കെട്ടിയോൻ എന്റെ കൂടെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു സാറേ. സംസാരിക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഓക്കേ, നിനക്ക് സുഖമാണോ? ചോദിക്കാനുള്ള ഒരു സമയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. സാറേ ആർക്ക് വേണം പൈസ സാറേ? എല്ലാ വർഷം ഞങ്ങൾ 6 മാസം, 3 മാസം കൂടുമ്പോ സിംഗാപ്പൂർ അങ്ങനെയുള്ള പല രാജ്യത്ത് പോകും. അതിൽ അർത്ഥമില്ല സാർ. എനിക്ക് എന്റെ ഫാമിലി എന്റെ കൂടെ ഇല്ല സാർ." അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ നമ്മൾ കെടുക്കുന്നത്. ഇവിടെ നോക്കാം. ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ വ്യത്യാസം. ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു 40 രൂപേന്റെ ഉൽപ്പന്നം കമ്പനി ഉണ്ടാക്കുമ്പോൾ കമ്പനീന്റെ ലാഭം അടക്കം അതിൽ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിലേഴ്സ് അങ്ങനെ വില കൂടി 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 റീറ്റെയിലർ പിന്നെ അത് മുന്നോട്ട് പരസ്യത്തിലേക്ക് കുറെ സത്യം പറഞ്ഞ പരസ്യത്തിലേക്ക് ഏകദേശം 40% മുതൽ 60% ചെലവാകൂട്ടാ. എന്നിട്ട് അത് ലാസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കേ ഈ പരസ്യത്തിന് വരുന്ന സിനിമാക്കാരോ വലിയ വലിയ നടീനടന്മാരോ ഇവരൊക്കെ പറയും ഇന്ന സോപ്പ് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത് ഇന്ന ഇത് പല്ല് തേച്ചിട്ടാണ് ഞാൻ ഇവർ ആ പേസ്റ്റ് ഉപയോഗിക്കില്ല ഇവരൊന്നും ഉപയോഗിക്കില്ല അവർ കോടികൾ അതിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ അത് കാണുന്നു നമ്മൾ അത് മേടിക്കണം അത്രയ്ക്കുള്ളൂ എന്നിട്ട് നമുക്ക് എന്താ കിട്ടുക നമുക്ക് ഒരു കുന്തവും കിട്ടില്ല ഈ പൈസ ഒക്കെ പോകുന്നത് എവിടെ നിന്നാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഗ്യാസിന്റെ വിലയോ പ്രൈവറ്റ് ഗ്യാസിന്റെ വിലയോ ഹോട്ടലുകാർ കൂട്ടും ആർക്കാണ് പോയ അവസാനം സാധാരണക്കാരന്റെ നടുമരത്ത് തന്നെ എവിടെ വില കയറിയാലും എന്ത് വില കയറിയാലും ആർക്കാണ് പോയത് അവരാ എല്ലായിടത്തും വില കയറ്റി കഴിഞ്ഞ് അവസാനം പാവപ്പെട്ടവന്റെ നെടുമ്പറത്ത് തന്നെ അല്ലേ ഇതാണ് നമ്മുടെ ലൈഫ് ട്രഡീഷണൽ ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് ഇപ്പൊ അതില് കമ്പനിക്കാർ 40 രൂപയ്ക്ക് ഇറക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് 100-ന് വിൽക്കുകയാണെങ്കിൽ പോലും ആ ബാലൻസുകൾ 60% ആക്ച്വലി ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കമ്പനി ടു കസ്റ്റമർ ആണ് ഡയറക്റ്റ് അതിന്റെ ഇടയിൽ ഇടനിലക്കാരില്ല ട്രഡീഷണൽ മാർക്കറ്റിലുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ സ്പീഡ് കൂടുതലാണ് ഇവിടെ സ്പീഡ് സ്ലോ ആണ് സമയം പിടിക്കും ഇത് സമയം പിടിച്ച് ഗ്രോത്ത് വരുന്നതാണ് പക്ഷേ ഇവിടെയുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റുമേ നമുക്ക് വല്ലാണ്ട് കോംപ്രമൈസ് വേണ്ടി വരില്ല പക്ഷേ ട്രഡീഷണൽ കോസ്റ്റുമേ കോംപ്രമൈസ് പലപ്പോഴും വേണ്ടി വരും ഓഫറുകളും കാര്യങ്ങളും കൂടുതൽ ട്രഡീഷണൽ വീണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയും കസ്റ്റമർ തമ്മിൽ ഡയറക്റ്റ് ഒരു ബന്ധവുമില്ല ഈ ഡിസ്ട്രിബ്യൂട്ടർമാർ ഹോൾസെയിൽമാർ ഇവരൊക്കെ ഏതോ തേർഡ് പാർട്ടി കമ്പനീസ് ഒക്കെ ആവാം അവർ ഏറ്റെടുക്കുന്ന കരാറ് ഏറ്റെടുക്കുന്ന ടീമുകളാണ് അത്രയ്ക്കുള്ളൂ പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ കമ്പനിയും കസ്റ്റമറായിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണ് എന്താ കാര്യം വെച്ചാൽ ഒരു ബില്ല് അടിക്കുമ്പോൾ ആ ബില്ല് ആ കമ്പനിയിലാണ് അടിക്കുക ഒറിജിനൽ പ്രൊഡക്റ്റേ കിട്ടുള്ളൂ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഇവിടെ സാധ്യതയില്ല ബില്ലില്ലാതെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റൂല ബില്ല് ഇല്ലാതെ വിൽക്കാൻ പറ്റൂല ട്രഡീഷണൽ പ്ലാറ്റ്ഫോമിൽ കമ്പനി ബില്ല് അല്ല കിട്ടുന്നത് കടക്കാരന്റെ ബില്ലാണ് കിട്ടുന്നത് അതുകൊണ്ട് കടക്കാരൻ വെച്ച സാധനം ഒറിജിനൽ ആണോ ഇല്ലയെന്ന് നമുക്കറിയില്ല അവിടെയാണ് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പിന്നെ ആ അധ്വാനിക്കുന്ന വ്യക്തി ആ ഡിസ്ട്രിബ്യൂട്ടറാണ് വിലപ്പെട്ട വ്യക്തി ഈ 60% അവന് കൊടുക്കുമ്പോൾ ആ പാവം രക്ഷപ്പെടട്ടെ ഇവിടെ അവനൊരു വരുമാനമായി അത് പ്രകാരം തന്നെ കിട്ടുന്ന കസ്റ്റമറിന് നല്ല ക്വാളിറ്റി സാധനങ്ങളായി ഞാൻ ഇതിനെ കുറിച്ചൊരു കൂടുതൽ ഇനി അടുത്ത ഇതുകളിൽ ഞാൻ കൂടുതൽ കവർ ചെയ്യും അപ്പൊ എന്താ കാര്യം വെച്ചാൽ CSM കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് ഇവിടെ
മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊരു നിയമങ്ങൾ കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നു. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കർണാടക യൂണിവേഴ്സിറ്റിയിൽ ആണ് ഇതിൻ്റെ 2016 നിങ്ങൾ ചിന്തിക്കുക, അത്രയും പഴക്കമുണ്ട്. ഇന്ന് ഇതിൻ്റെ ഒരുപാട് പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. തൽക്കാലം ഞാൻ നിയമത്തിൽ പോണില്ല. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നോക്കുക. ഈവൻ ഒരു ഒരു പ്രസ്ഥാനം അവർ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സ് അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇത് വഴിക്കാണ് 1,50,000 രൂപയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി കൊടുക്കാനൊരു കോഴ്സ്. അതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ വീണ്ടും സ്പെസിഫൈ ചെയ്യുന്നത് ഒന്ന് മാത്രം മനസ്സിലാക്കുക, ബി സീരിയസ്. ഒരു കാലത്ത് ഹോമിയോപ്പത്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒന്നും ആവശ്യമുണ്ടെന്നില്ല. ഇന്ന് ഹോമിയോപ്പത്തി ലൈസൻസ് വേണം. ഒരു കാലത്ത് അക്യൂപഞ്ചറിന് ആർക്കും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പഠിക്കാമായിരുന്നു. ഇന്ന് ആക്ച്വലി അതിൻ്റെ സർട്ടിഫിക്കേഷന് കാര്യങ്ങളൊക്കെ. ഒരു കാലത്ത് ഫിസിയോതെറപ്പി ആർക്കും ചെയ്യാമായിരുന്നു. ഇന്ന് BPT ബാച്ചിലേഴ്സ് ഇൻ ഫിസിയോതെറപ്പി ഒക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതൊക്കെ ക്വാളിഫിക്കേഷനായി. ഒരു കാലത്ത് കച്ചവടം നടത്താൻ വേണ്ടി കഴിവും കച്ചവട കുടുംബത്തിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു. ഇപ്പം കുറച്ച് കാലം കഴിഞ്ഞ് ഞാനൊക്കെ അന്ന് 9, 10 പഠിക്കുന്ന സമയത്താണ് MBA BBA അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരാൻ തുടങ്ങിയ. ഇന്ന് അത് കോമൺ ആയി മാറി അല്ലേ? അപ്പം ചിന്തിക്കുക, ഇന്ന് ക്വാളിഫൈഡ് ആൾക്കാരാണ്. വരുന്ന 5-10 വർഷത്തിൻ്റെ ഉള്ളിൽ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് കയറുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പം ഈ വരുന്ന 5-10 വർഷത്തിൽ നമുക്ക് ഓരോരുത്തർക്ക് ഇതിൽ കയറി പറ്റാൻ അവസരമുണ്ട്. ഭാവിയിൽ ഇതിൽ ഒരു പക്ഷേ നമുക്ക് ഈ അവസരം ഉണ്ടാവില്ല. പരിഹസിക്കണോന് പുച്ഛിക്കണോന് പോയി, അത്രയ്ക്ക് മാത്രമേ ഞാൻ പറയുള്ളൂ. യോഗമുള്ളവൻ കയറി പോവും. ഇവിടുത്തെ ഗുണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഒട്ടുമില്ല. ഏത് പ്രൊഡക്ട്സ് സെല്ലിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒരു സോപ്പ് ആവശ്യപ്പെട്ടു. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? ആ സോപ്പ് കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾ ഒരു വിലയ്ക്ക് മേടിച്ചു. അവിടെ കൊടുത്തപ്പോൾ അതിൻ്റെ ലാഭം നിങ്ങൾക്ക് കിട്ടി. ഇത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ലാഭം കിട്ടി. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ തീർന്നു. അത്രയ്ക്കുള്ളൂ. അപ്പോൾ ആ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇപ്പം വലിയ വെൽനെസ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഒരു 5,000 രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കോംബോ പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മേടിക്കുന്ന സമയത്തുള്ള ഇത് മാത്രം. പക്ഷെ അത് നമ്മൾ സെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി. ഇനി കോംബോ മേടിക്കുന്ന സമയത്ത് ഒരെണ്ണം ഫ്രീ കിട്ടുമ്പോൾ എന്താ സംഭവം? നമ്മൾ 3 സെൽ ചെയ്തു, ഇൻവെസ്റ്റ്മെന്റിന്റെ ലാഭം നമുക്ക് കിട്ടുകയും ചെയ്തു. പോരാത്തതിന് ആ ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റുകൾ നമുക്ക്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് ഇല്ല. ഇവിടെയാണ് മണി ചെയിനിൽ പൈസ ഇറക്കിയത് മാത്രം നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ആ വഴിക്ക് ചിലപ്പോൾ പോകും. കാരണം അത് പ്രൊട്ടക്റ്റഡ് അല്ല. അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഇല്ല. ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് അവരെ ഇഷ്ടമാണ്, വിഷയമില്ല. അതിൻ്റെ എതിരെ ഞാൻ സംസാരിക്കുന്നില്ല. നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. ഒരു വിൽപ്പന നടത്താൻ എക്സ്പീരിയൻസിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, പല ആൾക്കാർ പരീക്ഷിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം തൃശ്ശൂർ ആണ് എൻ്റെ വീട്. ഇപ്പം ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണ്, അല്ല സാറേ, മനോ സാറേ, നിങ്ങളുടെ ഇവിടെ ആർക്കെങ്കിലും വീട് വാടകയ്ക്ക് നിങ്ങളുടെ ഈ പരിസരത്ത് കിട്ടാനുണ്ടോയെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ഞാൻ 100% പോവാന്ന് പറയും. അപ്പം ഞാൻ എന്താ പറയുക? ഞാൻ ബ്രോക്കർ അല്ല എന്ന് അവരോട് പറയില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആൾ ബ്രോക്കറാണ്. ഒരു മാസത്തെ റെന്റ് ആൾ മേടിക്കും കേട്ടോ. അത് ആളുടെ കമ്മീഷനാണ്. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിനെ കാണിച്ചിട്ട് ആ വീട് കാണിച്ചിട്ട് ആ ഒരു മാസത്തെ റെന്റ് നമുക്ക് ഒരു കമ്മീഷനായി നമ്മൾ വെക്കും. നിങ്ങൾ ചെയ്യില്ലേ? ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യില്ലേ? ഒരു വീട് വിൽപ്പന, അതിൽ നിന്ന് ചെറിയ കമ്മീഷൻ കിട്ടണം. 5-10 ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു കമ്മീഷൻ ചെറുത്. ഒരു കോടികളുടെ ഒരു ആസ്തി പോവുകയാണെങ്കിൽ ചെറിയൊരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കമ്മീഷനാണോ? നമ്മൾ വേണ്ടാന്ന് വെക്കോ? അപ്പൊ ചിന്തിക്കുക. അപ്പൊ ഇത് തന്നെയാണ്. എത്രയ്ക്കുള്ളൂ. ദർ ഇസ് നോ ഹാം, നോ എംപ്ലോയി, നോ ഇൻവെന്ററി. അപ്പൊ ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക. ഈ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ഒരു ID എടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ആ കമ്പനീൻ്റെ ആള് എംപ്ലോയി അല്ലേ അല്ല. ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു കാർഡ് മേടിച്ച പോലെ തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ വേറെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇന്ന ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും അവിടെ മറുപടി കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ വർക്കിംഗ് ടൈം കൺവീനിയൻസ് പ്രകാരമാണ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം. ഇഷ്ടമുള്ള ഇവിടെ ഇതാണ് വലിയൊരു ഇതിന് ഇങ്ങനത്തെ ഒരു ഫീൽഡിലുള്ള ഒരു പ്രശ്നം ഇതാണ്. എന്താ കാര്യം വെച്ചാൽ വർക്കിംഗ് ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് ആൾക്കാർ ഒരു തോന്നിയ രൂപത്തിൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തു നോക്കൂ. ഒരു ജോലിന്റെ പോലെ ഇത് എടുത്തു നോക്കിയേ.
നിങ്ങളോട് ചോദ്യം ആരും ചോദിക്കില്ല. എത്ര മണിക്ക് സാർ ഇറങ്ങി, എത്ര മണിക്ക് വീട്ടിലേക്ക്, എത്ര സെയിൽസ് നടന്നു എന്ന് ഇവിടെ ചോദിക്കില്ല. നിങ്ങളുടെ സീനിയേഴ്സ് ആരെങ്കിലും ചോദിച്ചാൽ അത് ഓക്കെ, അത് ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ആർക്കും പവർ ഇടാൻ പറ്റില്ല. നിങ്ങൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യുള്ളൂ, വിഷയമില്ലാന്ന്. നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോഴേക്കും അത്യാവശ്യം നല്ല ടീമും കാര്യങ്ങളും നല്ലൊരു ഭാഗത്തായി, വിഷയമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. പിന്നെ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ പലതും ദുബായ്, അബുദാബി അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് പലരും വിളിച്ചത് USA എന്നാണ്, കാനഡയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന്. എനിക്ക് ജർമ്മൻ ഭാഷ അറിയില്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിലിപ്പീൻസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ പോയിട്ടുണ്ട്. അങ്ങനെ അനേക വ്യക്തികൾ ഇന്ന രാജ്യങ്ങളിൽ ഈ പ്രൊഡക്റ്റുകൾ മേടിച്ചിരിക്കുന്ന വ്യക്തികളായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താ കാര്യം വെച്ചാൽ അവിടെ വിൽക്കുന്ന, അവിടെ നടക്കുന്ന സെയിൽ നമ്മുടെ കമ്പനിക്കും കിട്ടണോ, ആ ഡിസ്ട്രിബ്യൂട്ടറിനും കിട്ടണോ. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, നിങ് ഏ- ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ആ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം കൂടെ നമുക്ക് അത് ഒരു ഓപ്പണിംഗ് ആയി മാറാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നിങ്ങൾ നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുക, അമിതാഭ് ബച്ചൻ ഒരു ബ്രാൻഡായി, അല്ലെങ്കിൽ ഐശ്വര്യ റായ് ഒരു ബ്രാൻഡായി. ഇവരൊക്കെ കാണുന്ന സമയത്ത്, സച്ചിൻ തെണ്ടുൽക്കറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയാം, ഓ സംഭവമാണ്, അവരാണ് ഇത്. ഇവിടെ നമുക്ക് ബ്രാൻഡ് ആവാന്ന്. അപ്പൊ ഞാനൊരു ബ്രാൻഡാണ്. ഞാൻ എടുത്ത് പറയുന്നതല്ല, ഞാൻ സ്വയം ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. മനസ്സാരെ സംഭവമാണ്. എന്താ കാര്യം വെച്ചാൽ എൻ്റെ ആ പഴയ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇന്ന് വരയ്ക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ആ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ ഹി വാസ് ഓൾവേസ് പെർഫെക്റ്റ്. അത് ആരും നിഷേധിക്കില്ല. ബാക്കി എന്ത് കാര്യം നിഷേധിച്ചാൽ ഈ ഒരു ഭാഗം അത് കറക്റ്റ് വർക്കിംഗ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ബ്രാൻഡായി മാറണം. അപ്പോൾ അതൊക്കെ നമ്മളൊരു പേഴ്സണാലിറ്റി ആയി മാറാണ്. നമ്മളെ ആൾക്കാർ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ എന്താണ്, അൺലിമിറ്റഡ് ഇൻകം ആണ്. ഒന്ന് മാത്രം മനസ്സിലാക്കുക. കഴിഞ്ഞ 3 വർഷം മുൻപ് ഓണത്തിന് തൃശ്ശൂർ പ്രോഗ്രാം കൂടുമ്പോൾ എനിക്ക് ഈ പാവം ലീഡേഴ്സിനെ എനിക്ക് ആരെയും അറിയില്ല. കമ്പനീൻ്റെ ഓണറിനെ പോലും എനിക്ക് പേഴ്സണലി അറിയണമെന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ അന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നത്. അന്ന് ഈ പാവങ്ങളെ എന്തോ ഒരു വിശ്വാസപ്പുറത്ത് ഒരു വെള്ളത്തിൻ്റെ ഒരു കുപ്പി പോലെയുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് അവരത് വിശ്വസിച്ചിട്ട് അവരവിടുന്ന് ഇറങ്ങി. ഒരു വരുമാനം പോലും ഇല്ലാത്ത ഒരു സ്റ്റേജ്. പക്ഷേ ഇന്ന് ആ മക്കള് ഓരോരുത്തരും, പലരും ദിവസം 5,000 മുതൽ പലരും 25,000 വരെ പെർ ഡേ ഒക്കെ മേടിക്കുന്നു. പല ഇൻസെൻറ്റീവ്സ്. ഇന്ന് ഇത് 2.5 വർഷം കഴിഞ്ഞ് നമ്മൾ അടുത്ത തന്നെ ഫെബ്രുവരി 2026 14-ാം തീയതി നമ്മൾ വലിയൊരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്, മെഗാ പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഐ റിയലി ഫീൽ വെരി പ്രൗഡ്. ഐ നെവർ ന്യൂ എനി പേഴ്സൺ ഓവർ ദെയർ. പക്ഷെ ആ അധ്വാനിക്കുന്ന മക്കളൊക്കെ ഇന്ന് രക്ഷപ്പെട്ടിട്ട് പലരും നല്ല നല്ല ഇതിലേക്ക് എത്തിയപ്പോൾ ഇനി 100 കണക്കിന് ആൾക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ മുതലാളി, ഞങ്ങളുടെ കമ്പനിയുടെ മുതലാളി ബിജോയ് സാറ്, അദ്ദേഹം പറഞ്ഞത്, സാറേ നമുക്കൊരു 100 ആൾക്കാർ 1 ലക്ഷത്തിനേക്കാളും മുകളിൽ വരുമാനം മേടിക്കുന്ന വ്യക്തികൾ. ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ഏകദേശം ആ സ്വപ്നം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അനേക രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അത് ഇറ്റ്സ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇതിന്റെ വീണ്ടും ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇൻകം മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ ആ കാണിച്ച ഇന്റർനാഷണൽ ബിസിനസ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ പോയി. ഒരിക്കലും ജന്മത്തിൽ വിമാനം കയറാൻ പറ്റില്ല. കാരണം അവർക്ക് ഗൾഫിൽ ജോലിയില്ല. ഗൾഫിൽ ജോലിക്ക് പോണവരല്ലേ വിമാനം കയറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പണക്കാർ കയറും, അല്ലെങ്കിൽ പിന്നെ കമ്പനി TA കൊടുത്തു കഴിഞ്ഞാൽ അവർ വിമാനം കയറും. സാധാരണ കുടുംബത്തെ സ്ത്രീകൾക്ക് പറ്റുമോ? അവർ ആ വിമാനത്തിൽ കയറുന്നു, എയർപോർട്ടിൽ കയറുന്നു, അതൊരു സംഭവമാണ്. ആ സന്തോഷം ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് കൂടെ ഇട്ടിട്ടുണ്ട്. ചുമപ്പ് ടീഷർട്ട് ഇട്ടിട്ട് ഞങ്ങൾ എയർപോർട്ട് മൊത്തം ഞങ്ങളെല്ലാവരും നിറഞ്ഞിരിക്കുക. അവിടുത്തെ കസ്റ്റംസ് ഓഫീസർ പോലും പറഞ്ഞു, നീ ഇവരൊക്കെ അതിനെ കയറ്റിവിടെ, എന്താ വെച്ചെങ്കിൽ ഇവരെ കൂട്ടത്തോടുകൂടി നമുക്ക് പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്രയും ഫെസിലിറ്റി. എയർ ഹോസ്റ്റസ് ഒക്കെ കയറുന്നു. എന്നിട്ട് എൻ്റെ കൂടെ കയറിയിരിക്കുന്ന ചേച്ചിമാരെ, സാറെ കൈ പിടിക്കണം, എസ്കലേറ്ററുമേ കയറുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, സാറ് പേടിയാവണം. ഞാൻ പറഞ്ഞ എയർപോർട്ടിൽ ആരും കൊല്ലൊന്നുമില്ല. കാരണം ആ കണ്ണിലത്തെ കാഴ്ച, ആ സന്തോഷം ഉണ്ടല്ലോ. എൻ്റെ മാഷെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കാശ് കൊടുത്താലും വിലയ്ക്ക് കിട്ടൂല. ദൈവത്തിനോട് 1000 നന്ദി, ഞാൻ ഇങ്ങനെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വന്നതില്ല. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം ഹൗ ടു സ്റ്റാർട്ട് എ ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് തുടങ്ങേണ്ടത്? നമ്മൾ സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ടോ? പുട്ട്, പയറ്, സോപ്പ്, ചീർപ്പ്, എണ്ണ, ഈ വക കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചേരാം.
നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പൊ ഈ ഫ്രണ്ടിനോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? നല്ല സിനിമ പറയാറുണ്ടല്ലോ, നല്ല പുതിയൊരു ഹോട്ടൽ തുടങ്ങി, പഴയ ഹോട്ടൽ ഇപ്പൊ പോണ്ട, അവിടുത്തെ ഫുഡ് മോശമാണ്, ഇപ്പൊ പുതിയത് തുടങ്ങി, അവിടുത്തെ കുഴിമന്തി സൂപ്പറാണ്, അവിടുത്തെ ഷവർമ സൂപ്പറാണ്, ഓ എന്താ ചൈനീസ് അവിടുത്തെ, അത് കഴിച്ചു നോക്ക്. നമുക്ക് അപ്പൊ നമ്മൾ ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ്. ഇതേ പ്രകാരം തന്നെ അവര് ഇതേ പ്രകാരം ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലോക്കൽ കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ഇവിടെ CSMന്റെ കടയിൽ നിന്ന് മേടിക്കും. ആ CSMന്റെ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ ഒരു 5-10 രൂപ കൂടുതൽ തന്നെ ആയിരിക്കും. കാരണം അതിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്, മായം കാര്യങ്ങൾ കലർത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അത് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ആ നല്ല പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നത്. അപ്പൊ ആ ആരോഗ്യം നശിപ്പിക്കാതിരിക്കാൻ നല്ല പ്രൊഡക്റ്റ് മേടിക്കാൻ നമ്മൾ ആ കട വരെ പോയിട്ട് ആ പ്രൊഡക്റ്റ് മേടിക്കും. അതിന്റെ ചെറിയൊരു ഇത് കിട്ടും. ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർ പോയി മേടിക്കും. അപ്പൊ അതിന്റെ ചെറിയൊരു നാലെണ്ണം നമുക്ക് കിട്ടും. ഇതേ പ്രകാരം അവർ ഇതേപോലെ മുന്നോട്ട് പോകും. അപ്പൊ ആ നാലെണ്ണം നമുക്ക് കിട്ടും. ഇത്രയ്ക്കേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് വേറെ ഉള്ളൂ തരില്ല. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ആവശ്യം? ഈ സാധനമാണ് ഈ ചുണ്ണാമ്പ് ഡബ്ബി എന്ന് ഞാൻ പറയണത്. ഇത് എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലേ? വെറും ഈ ഡബ്ബി ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? അതിലൊരു നെറ്റ് വേണം അല്ലേ? രാത്രി മൊത്തം ഇരുന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബ് കാണാനുള്ള നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, ഞാനൊരു ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനൽ. എന്താണ്? MKR CSM. അപ്പൊ ഇത് യൂട്യൂബിൽ അടിച്ചാൽ മതി, കാണും. പക്ഷേ ഈ 3-3.5 ലക്ഷം ഉള്ള ആൾക്കാരിൽ നിന്ന് ആകെ എത്ര ആൾക്കാരെ ഇതുവരെ കയറിയിരിക്കുന്ന 300 സംതിങ് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് സത്യാവസ്ഥ. പക്ഷെ എന്തെങ്കിലും ചിരി തമാശ അങ്ങനെയുള്ള കാര്യങ്ങളാച്ചെങ്കിൽ എല്ലാവരും അപ്പൊ സീരിയസ്, ലെറ്റസ് ബി സീരിയസ്. അപ്പൊ അവിടെ സീരിയസ്നെസ് ഞാൻ കാണുന്നതാണ്. എത്ര ആൾക്കാരാണ് ക്വാളിറ്റി വ്യക്തി, അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിലത്തെ ഓരോ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ബിസിനസ് കിട്ടുക. ഞാൻ നിങ്ങളുടെ വർക്ക് ഈസി ആക്കി കൊടുത്തു. അപ്പം എന്താണ് നമുക്ക് ആവശ്യം? ഈ മൊബൈൽ ഫോൺ. അപ്പം പിന്നെ സ്വപ്നങ്ങൾ ഒരിക്കലും ചെറുതല്ല കേട്ടോ. അതിനുള്ള ഓപ്പർച്യൂണിറ്റി പഴയ കാലത്തില്ല. പഴയ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു TV ഇറങ്ങുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ ഏറ്റവും ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരുന്നു. എല്ലാവരും അന്ന് പൈസ പല വീട്ടുകളിൽ മേടിക്കും. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറയും, പൈസ മേടിക്കണം, അവർ വന്ന് കാണട്ടെ. ആദ്യത്തെ കളർ TV എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. നമ്മുടെ ആ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്താണ് ആദ്യത്തെ കളർ TV. BPLന്റെ ഒരു കളർ TV മേടിച്ചു. കളർ TV എന്താണെന്ന് അറിയാത്ത ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആകെ ഒരു ഒരു ന്യൂസോ കണ്ട് കളറിൽ വരും, ഒരു റോസാപ്പൂ വെച്ചിട്ട് ഒരു ലുക്കു സന്യാൽ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്. എനിക്ക് ഇന്നും ചേച്ചീൻ്റെ പേര് ഓർമ്മയുണ്ട്. ആളാണ് ന്യൂസ് വായിക്കുക. ആ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കും. ഓ ഇതാണ് കളർ TV എന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലാവരും കാത്തിരിക്കും. ഇന്ന് TV അല്ല, ഇന്ന് എന്ത് വേണമെങ്കിലും കിട്ടാവുന്ന ഒരു മൊബൈൽ ഫോൺ നമുക്കുണ്ട്. ഒരു കാലത്ത് ഇന്റർനെറ്റ് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്റർനെറ്റിന്റെ തുടക്കത്തിൽ ഞാൻ ഒരു കോളേജിൽ പ്രൊഫസറായി കയറുന്നതാ. അന്ന് ഇന്റർനെറ്റ് അറിയുന്നത് എനിക്ക് മാത്രമാണ്. എനിക്ക് പറയുന്ന പേ ഔട്ട് ആയിരുന്നു. കോളേജിന്റെ പേര് ഞാൻ പറയുന്നത് എന്താ കാര്യം വെച്ചാൽ, ആ പേ ഔട്ട് കിട്ടിയിട്ട് എത്രയോ മണിക്കൂർ മാത്രം അവിടെ ഇരുന്നാൽ മതി, അവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് പേ ഔട്ട് തന്നിരുന്നു. ആ ഇന്റർനെറ്റ് ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പൊ ചിന്തിക്കുക, ഇന്ന് ലോകം ചെറുതാവാണ് ചെയ്തത്. അപ്പൊ നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹൈ ക്ലാസ് കമ്പനി, ഒരു ഗുഡ് കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഫസ്റ്റ് നമുക്ക് ആ കമ്പനീൻ്റെ പ്രൊഫൈലാണ് നമ്മൾ എപ്പോഴും സ്റ്റഡി ചെയ്യേണ്ടത്. ഒരു കാര്യം ചിന്തിക്കുക, അനേക കമ്പനികളുണ്ട്, അനേക കമ്പനികൾ വന്നു പോയി. പക്ഷെ ഒരു കമ്പനിക്കും പല കമ്പനികൾ പാതി വഴിക്ക് പോയി. കാരണം അവിടെ ആ ഡയറക്ടേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അവർ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് വന്നവരായിരുന്നു. പൈസയ്ക്ക് കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വളരാൻ സാധിച്ചില്ല. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഇവിടെ ചിന്തിക്കുക, ഇവിടെ CSM എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ പ്രൊഫൈൽ ഞാൻ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഉള്ള ഡയറക്ടർ ബോർഡിൽ രണ്ട് വ്യക്തികളുള്ളൂ. ഒന്ന് ഇൻവെസ്റ്ററാണ്, ഒന്ന് അത് അതിൻ്റെ കൂടെ നടത്തുന്ന ഒരു ലൈവ് പാർട്ട്ണറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിജോയ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം 20-25 വർഷത്തെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസാണ്. തല കുത്തി മറിഞ്ഞ വ്യക്തിയാണ്, വിജയിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് ഇറക്കിയത്. അതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇറക്കിയത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിള്, ആ ഒരു പ്രസ്ഥാനം, ആ ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് ഇട്ടതാണ്. സോ ഇറ്റ് വാസ് എ പാഷൻ ദാറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്. അപ്പോൾ അവിടെ നല്ല ഇതുകളുണ്ടായി. ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരുന്നത്. അവിടെ ഒരു വാഗ്ദാനം എനിക്ക് അവർ തന്നു, സാറേ എത്തിക്സ് പാലിച്ച പ്രൊഡക്റ്റേ നമ്മൾ കൊടുക്കുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് മാച്ചുകളെ നമ്മളത് കളയും. ഒരു കാരണവശാലും ഒരു പ്രൊഡക്റ്റാണ്, അവിടെയാണ് ധൈര്യം. ഏത് പ്രൊഡക്റ്റ് കൊടുത്താൽ പോലും നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കാവുന്ന ഒരു കമ്പനി.
അവിടെയാണ്. കമ്പൻസേഷൻ പ്ലാൻ ഷുഡ് ബി ബ്യൂട്ടിഫുൾ. അപ്പൊ ഡെയിലി വരുമാനം ഇന്ന് ഒരു ജോയിനിങ് പോലും കൊണ്ടുവന്നാൽ, ഇന്ന് പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും കിട്ടോ? അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അത് ഇവിടെ സപ്പോർട്ടിംഗ് സിസ്റ്റം കമ്പനീന്റെ ഭാഗത്ത് നിന്ന് ഉഗ്രൻ സപ്പോർട്ടാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന വർക്ക്, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ പേഴ്സണൽ ഐഡിയ ആണ്. എന്താ കാര്യം വെച്ചാൽ ഈ കമ്പനിക്ക് കിട്ടിയത് ഇതേപോലെ വലിയ വ്യക്തികളെയാ. ലീഡേഴ്സ് ആണെങ്കിലും ഫുൾ ടൈം വർക്ക് ഈ 24 അവർ, പലരും പല ക്വാളിറ്റി. എന്നോട് ഇത് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ, ഞാൻ വീണ്ടും പറയണേ, ഇത് എൻ്റെ സ്വയം ഇഷ്ടത്തോടുകൂടി ഞാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതൊക്കെ. എന്താ കാര്യം വെച്ചാൽ എൻ്റെ സഹോദരന്മാർ രക്ഷപ്പെടാൻ, എൻ്റെ സഹോദരിമാർ രക്ഷപ്പെടാൻ, അവർക്ക് നാലെണ്ണ കിട്ടട്ടെ, അവർ നന്നാവട്ടെ. അവർക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ ഞാൻ വീഡിയോ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അത് ഫോർവേഡ് ചെയ്യല്ലേ വേണ്ടോ? അപ്പം തെറ്റായ വാക്കുകൾ പോവില്ല, അവിടെ ഒരു സ്ട്രീം ലൈനിങ് നടക്കും. അപ്പം അത് കാരണം കൊണ്ട് അതേപോലത്തെ നല്ലൊരു സ്റ്റാഫ് നമുക്ക് കിട്ടി. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് 100% ദൈവം വലിയൊരു അനുഗ്രഹം തന്നെ. ഉറപ്പായിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ അടുത്തതിൽ പറയുന്നതാണ്. അനേക ആസ്പത്രികൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തുടക്കം ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിദേശത്തായിരുന്നു. ഇൻഷുറൻസിൻ്റെ ക്ലെയിംസൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് മെഡിസിനോട് കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഒരുപാട് 50-60 കമ്പനീസിൻ്റെ ഇതാണ്, GUCC, AXA, LICO അങ്ങനെയുള്ളത്. ഇതൊക്കെ അതേപോലെ അനേക കമ്പനീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇന്ന മെഡിസിൻ, ഇന്ന അതുകൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദൈവം എനിക്ക് അവിടുന്ന് പിന്നെ IMA അങ്ങനെയുള്ള പല സ്ഥലത്ത് ഗസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം, പ്രസൻറ്റേഷനുകൾ ചെയ്യാനുള്ള അവസരം, റിസർച്ച് പേപ്പറുകൾ ഉണ്ടാക്കാനുള്ള അവസരം. ഹോസ്പിറ്റൽസ് കാര്യങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം മനസ്സിലാക്കാം. അപ്പം നമ്മുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ആ കാര്യത്തിലും വളരെ പെർഫെക്റ്റ് ആണ്. ഇതിലുള്ള വ്യക്തികൾ എല്ലാവരും, കുറവുകളില്ലാത്ത ആൾക്കാരില്ല കേട്ടോ, എല്ലായിടത്തും കുറവുകൾ കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. CSM പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം 2003 കൊച്ചി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി, ഓഫറിംഗ് 200+ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി, പയറുപൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് നമ്മുടെ ഫാക്ടറി പാലയിലാണ്. പോരാത്തതിന് നമ്മുടെ വെൽനെസ്സും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ചിലത് മാത്രം നമ്മൾ പുറമേ നിന്ന് ഉള്ളൂ. പക്ഷേ ഒരുവിധം 80-90% നമ്മുടെ തന്നെ. വിഷൻ എന്താ കാര്യം വെച്ചാൽ 100% ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഈ നമ്മൾ മൂന്നാമത്തെ വർഷം കയറി. പക്ഷേ ഈ മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്കും 2 ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലേക്ക് പോകുക, 22 രാജ്യത്തിലേക്ക് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പോണു. നമ്മുടെ ഫുൾ ഫ്ലെഡ്ജ് വർക്കിംഗ് നമ്മൾ മിക്കവാറും ഈ വരുന്ന മാസങ്ങളുടെ ഉള്ളിൽ 2026 ഉള്ളിൽ തന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ആവും. അത് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ഒരുപാട് വർക്കുണ്ട്, ഫുൾ ടൈം വർക്കിലാണ് എല്ലാവരും. അപ്പം എന്താ കാര്യം വെച്ചാൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്നാണ്. ഇവിടെ എനിക്ക് ഒരു കാര്യത്തിന് സന്തോഷമുണ്ട്. വിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ കുർക്കുമ എലിക്സോർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് 8-9 വർഷം മുൻപ് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ ചർച്ച നടന്നു. ഒരു ക്രൂഡ് ആയിട്ടുള്ള ഒരു വസ്തു കണ്ടപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. പതുക്കെ പതുക്കെ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി, കുറേ പ്യൂരിഫിക്കേഷനുകൾ വരുത്തി, കുറേ അതിൻ്റെ കളറുകൾ മാറ്റണം. കാരണം കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അത് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ആയിരിക്കണം. അങ്ങനെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ കഷ്ടകാലത്തിന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഞാൻ എൻ്റെ വഴിക്ക് പോയി, സ്കൂളുകളൊക്കെ പഠിപ്പിക്കാൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സത്യമാണെന്ന് പറയുന്നത്. CSM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുകയും അവർ ഈ പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് എടുക്കുകയും അവര് എന്നോട് ആവശ്യപ്പെടുകയും, പക്ഷെ ഞാൻ ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നോ ഇല്ലേ, അവർക്ക് അറിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ അറിവിലില്ല. ഞാൻ അത് ചോദിച്ചിട്ടുമില്ല. പക്ഷെ ദൈവത്തിനോട് നന്ദി. ആ പ്രൊഡക്റ്റ് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള യോഗം കിട്ടുകയും അനേക വ്യക്തികൾക്ക് തിരിച്ച് ജീവിതം കഴിയും. എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയണം, എനിക്ക് ആ കാര്യത്തിൽ സങ്കടമുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. പലർക്കും അത് വലിയ റിസൾട്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നിഷേധിക്കില്ല. എല്ലാവർക്കും കിട്ടാറുണ്ടെങ്കിൽ പിന്നെ ഇന്ന് എല്ലാ ആസ്പത്രികളും കാര്യങ്ങളൊക്കെ വേണോ? അതൊന്നും നടക്കാത്ത കാര്യമല്ലേ? അപ്പം എല്ലാവർക്കും ഇല്ല. ബോഡിയിൽ എന്തെങ്കിലും കുറവുള്ളവർക്ക് റിസൾട്ട് കിട്ടും. അപ്പം എന്താ കാര്യം വെച്ചാൽ ഹോളിസ്റ്റിക് വെൽബീങ്. അപ്പം അങ്ങനെയുള്ള സത്യസന്ധതയോടുകൂടി ഒന്നുമില്ല, നുണ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇതുകളിൽ പ്രത്യേകിച്ച് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പം ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എംപവർമെൻറ്റ് എന്താ കാര്യം വെച്ചാൽ ഫിനാൻഷ്യൽ ഗ്രോത്തിന് നമ്മൾ ചെയ്യാൻ പറ്റിയ എല്ലാം, ടൂറുകൾ, എല്ലാ മാസം എന്തെങ്കിലും പാക്കേജുകൾ അങ്ങനെയുള്ളത്. വീണ്ടും മനസ്സിലാക്കുക, ഇവിടെ ഓരോ സ്ഥലത്ത് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന ടൂറ് ഫുൾ ഫ്രീ ആണ് കേട്ടോ. മറ്റുള്ള കമ്പനികളുടെ പോലെ ഇത്ര ശതമാനം നിങ്ങൾ കൊടുക്കണമെന്നോ ഇത്ര ശതമാനം മേടിക്കണമോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഫുൾ ഫ്രീ, പോക്ക് ഫ്രീ, ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ. അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇത്, ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊഫഷണലിസം അങ്ങനെയുള്ള ഒരുപാട്
ഒരുപാട് ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. കമ്പനീൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സ് csmuniverse.com എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് നേരിട്ട് കമ്പനി ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് ഇത് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ബ്രാൻഡിങ് ഉണ്ട്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർ റൂട്ട്സ് ആണ് വെൽനെസ്സിൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒക്കെ അതിൻ്റെ ടാക്സിങ് വ്യത്യാസമായ കാരണം കൊണ്ടാണ്. അപ്പോൾ വെൽനെസ്സിൻ്റെ ആയുർ റൂട്ട്സ് പ്രകാരമാണ് വരുന്നത്. പിന്നെ റോയൽ ഫ്ലേവേഴ്സിൻ്റെ എന്താ കാര്യം വെച്ചാൽ ആ ബ്രാൻഡിങ്ങിലാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, പുട്ടുപൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന അരി, പഞ്ചസാര, അതും എന്താണ് ക്വാളിറ്റി പഞ്ചസാര കേട്ടോ. കാരണം ഉറപ്പായിട്ടും പഞ്ചസാരയിൽ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഗ്രീൻ മിസ്റ്റ് എന്താ കാര്യം വെച്ചാൽ പേഴ്സണൽ ഡൊമസ്റ്റിക് സോപ്പ്, ചീർപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കൊണ്ടുവന്നത് കോസ്മെറ്റിക്സ് എസ്ലിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ്ങിലാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്ലൂത്താസിങ്ക്, ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്, പവർഫുൾ പ്രൊഡക്റ്റ്, പഞ്ചിങ് പ്രൊഡക്റ്റ്. ഞാനത് പേഴ്സണലി ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് മാത്രം മനസ്സിലാക്കാം. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ ബേസിക് എന്തുകൊണ്ട് ഞാൻ CSMനെ സെലക്ട് ചെയ്യണം. ഈ പുലികളുടെ കൂടെ കൂടാൻ നിങ്ങൾക്ക് ദൈവ അനുഗ്രഹം തരട്ടെ. പതുക്കെ കയറിയാലും മതി, തിരക്ക് വേണ്ട. പക്ഷെ ഇറങ്ങുമ്പോൾ സീരിയസ് ആയിട്ട് ഇറങ്ങാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 24 മണിക്കൂറിൽ നമ്മൾ അത്യാവശ്യം ഒരു സാധാരണക്കാരൻ ജോലി ചെയ്യുന്ന കടകളിൽ കാര്യങ്ങളിലാണ്. എന്നിട്ട് എന്തൊക്കെ ഇട്ടാ മാഷെ? ഒരു 10 രൂപ അല്ലേ, ഒരു 15 രൂപ മാക്സിമം. 15 കിട്ടാന്ന് പറഞ്ഞാൽ ഡെയിലി 500 വെച്ചിട്ട് കിട്ടണം. രാവിലെ മുതൽ വൈകുന്നവരെ അവിടെ നിന്ന് പണിയെടുക്കണം. അവരെ വായെന്നുള്ളതൊക്കെ കേൾക്കണം. വയ്യെങ്കിൽ നമ്മൾ പോയേ പറ്റൂ. തീരം പോകാൻ പറ്റാണ്ടാവുമ്പോൾ വേറെ ആൾക്കാർ അവരെടുക്കും. ഭയന്നിട്ടാണ് ജീവിതം. ഇവിടെ ഒരു പ്രൊഡക്റ്റ് സെയിൽ വെറും ഒരു കുർക്കുമ എലിക്സോർ, അല്ലെങ്കിൽ നമ്മൾ 2 ഗ്ലൂത്താസിങ്ക്. വിവാഹം കഴിക്കുന്ന ഇപ്പം വിവാഹ സീസണുകളാണ്, എല്ലായിടത്തും വിവാഹം നടക്കുന്നുണ്ട്. 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്, സൗന്ദര്യത്തിൽ അത്ഭുത റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആ വിവാഹം കഴിക്കുന്ന ചെക്കനോ കൊടുത്തോ, 2 മാസം മുൻപ് അവർ എന്ത് പൈസയും ഇറക്കാൻ തയ്യാറാണ്. ഏതൊരു ഫാമിലി പ്രൊവൈഡഡ് ദ റിസൾട്ട് ഈസ് ഓൾസോ എക്സലൻറ്റ്. 100% അവർ മേടിക്കും. അപ്പം ഇത്രയും നല്ലൊരു കമ്പനി, ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ്. ഇനി എന്താണെങ്കിലും പല പ്രൊഡക്റ്റുകൾ പലർക്കും കോപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിലും അടുത്ത കാലത്തൊന്നും കുർക്കുമ എലിക്സോർ അത് നമ്മുടെ ഒരു സൂത്രം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയാണ്. ഒന്ന് മാത്രമേ പറയുള്ളൂ, 73% ആൾക്കാർ വെറുതെ ഈ വീഡിയോസൊക്കെ നോക്കി പോയിട്ടുണ്ട്. അത് പറയുമ്പോൾ വലിയ സങ്കടമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക, വീഡിയോസ് ഫുള്ള് കാണാം. ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് ഞാൻ കമ്പനീൻ്റെ ബ്യൂട്ടി 4 മേടിക്കണ്ടേ. വെറുതെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സെയിൽ കിട്ടുകയാണെങ്കിൽ എന്താ കുഴപ്പം? എൻ്റെ ഒരു വീഡിയോ ഒരുത്തൻ അയച്ചു, ഗൾഫിലേക്ക് അയച്ചു, ഒരിക്കലും മേടിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ആൾ ഒരു കോംബോ പാക്ക് പറഞ്ഞു. ആൾ പറഞ്ഞു, സാറേ വളരെ നന്ദിയുണ്ട്, എനിക്ക് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഹിന്ദിയിലും വേറെ ഭാഷയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ക്ലോസിങ് ആയി. എന്ത് സന്തോഷം ആളുടെ കാര്യം. എന്താ ചെയ്തേ? ക്ലിക്ക് ചെയ്തു, ആ സാധനം വാച്ച് ചെയ്തു, ഷെയർ ചെയ്തു, ഓർഡർ കിട്ടി, ക്ലോസ് ചെയ്തു. 2-3 കൂട്ടർ, ഞാൻ പേരുകളും കാര്യങ്ങളും പറയുന്നില്ല, അവർക്ക് കിട്ടിയത് വലിയ ലീഡേഴ്സിനെയാണ്. ഒരു ടേണിംഗ് പോയിന്റ് അവർക്ക് വന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചർച്ച അടുത്ത ഇതിൽ ചെയ്യുന്നതാണ്. ദൈവം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അനുഗ്രഹം തരട്ടെ. പ്ലാൻ പ്രസൻറ്റേഷൻ്റെ ആദ്യത്തെ ഭാഗമായിരുന്നു. രണ്ടാമത്തെ ഭാഗം ഞാൻ അടുത്തന്നെ ഇറക്കുന്നതാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ദയവ് ഇത് റെഗുലറായിട്ട് പ്രോഗ്രാം കാണുക, നന്നായിട്ട് ഷെയർ ചെയ്യുക. ഒരു സഹോദരനായിട്ട് എന്നെ കാണാം. മനോജ് എന്നാണ് എൻ്റെ പേര്. പാവമാണ്, സാധാരണ മനുഷ്യനാണ്, സാധാരണക്കാരൻ തന്നെ. പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാവാൻ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ആസ്പത്രികളിൽ ജോലി ചെയ്ത അനുഭവമാണ് കേട്ടോ. എത്ര പണക്കാരനാണെങ്കിലും, എത്ര വലിയ മന്ത്രിയാണെങ്കിലും, എത്ര വലിയ DGP റാങ്കിങ് ആണെങ്കിലും, എത്ര പാവപ്പെട്ടവനാണെങ്കിലും, ആ അവസാന നിമിഷത്തിൽ കരയുന്ന കണ്ണീരുണ്ടല്ലോ, സെയിം ആണ് മാഷെ. ഒരു മാറ്റവും. അതേ കരച്ചില്, അതേ വേദന. ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഞാൻ.
ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര. അപ്പോൾ MKR CSMLക്ക് നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സെക്കൻഡ് പാർട്ടിന് കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓഫ് 2006 with an international business of CSM.